ഇത് ആരുടെ വീടാ? ആരെ വീടുണ്ടാ? ഇത് കിച്ചുവിന്റെ വീടാണോ? എത്ര വയസ്സായി ഇവന്? ഇവന് ഇപ്പൊ 5 വയസ്സ് കഴിഞ്ഞു. 5 വയസ്സ്. ഒരു മോനാണോ? ഒരു മോനാണ്. ഓക്കെ. എത്ര മക്കളാ? ഓക്കെ. ഇയാളാണോ മൂത്ത ഇളയത്? പേര് സജിതയുടെ ഇളയ മകനാണ് സിബിൻ. ദെൻ സിബിന്റെ ഫാദർ പേര് പറഞ്ഞത് ഭരതൻ. അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്നത് സിബിന്റെ വീടാണ്. സിബിൻ ഒരു ഇന്റീരിയർ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന ആൾ കൂടിയാണ് അല്ലേ? നിങ്ങളുടെ കമ്പനിയുടെ പേരെന്താ? ലീഗോ ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ്. ലീഗോ ബിൽഡേഴ്സ്. ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സിറ്റ് ഔട്ടും ഓടും. നിങ്ങൾ കയറി വരുമ്പോ കണ്ടില്ലേ ക്ലാഡിങ് കണ്ടത് മുകളിലാണ് അല്ലേ? താഴെ എന്താണ് ഇപ്പൊ ഇവിടെ ചെയ്യാഞ്ഞത്? മൊത്തത്തിൽ ഒരു റെഡിഷ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഭയങ്കര ഓവർ കോൺട്രാസ്റ്റ് വരുമ്പോ കുറച്ചായിട്ട് ചെയ്തത്. അപ്പൊ ഇപ്പൊ ഭയങ്കര സംസാരമായല്ലോ. അച്ഛൻ എന്ത് ചെയ്യായിരുന്നു അപ്പൊ? ഈജിപ്ത്, ഇസ്രായേൽ, ജോർഡൻ, ആഫ്രിക്ക. ഓ, അവിടൊക്കെ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ഫാഷൻ ഡിസൈനറും പ്രൊഡക്ഷൻ മാനേജറാണ്. ഏത് കമ്പനിയില്? വാൾമാർട്ടില്. ഞങ്ങളൊക്കെ വാൾമാർട്ട് കേൾക്കണതിന് മുമ്പേ നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. എത്ര കാലം ഉണ്ടായിരുന്നു പുറത്ത്? 40 കൊല്ലമാണ്. ഇപ്പൊ ഇവിടെ ഇതൊരു ക്രെഡൻസ പോലെയുള്ള ഒരു സംഗതിയാണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി? അത് ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയതാണത്. ഇത് നമ്മൾ വിനീർ ഫിനിഷില് ചെയ്തു. അതില് കെയിൻ വെച്ചിട്ട് ഗ്ലാസിന് പകരം. ഇത് ഫോക്കെയിൻ ആണോ അത് ഒറിജിനൽ ആണോ? അല്ല, ഇത് ഒറിജിനൽ കെയിൻ വുഡാ നമ്മൾ പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്നത്. ഡൈനിങ് റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു ഷട്ടറൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്? അത് നമ്മളൊരു കോട്ടിയാടാണ്. അപ്പൊ അതിനൊരു പുറത്തുനിന്ന് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇതിപ്പോ താമസിയാതെ ഓട്ടോമേറ്റഡ് ആവുന്ന തോന്നുന്നില്ലേ? ഓട്ടോമേഷൻ ചെയ്യണം. പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. നല്ല കാറ്റും വെളിച്ചമായിരിക്കും അല്ലേ ഇത് തുറന്നിട്ട് കഴിഞ്ഞാല് അല്ലേ? ഇവിടെ വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. വെറുതെ അല്ല, ഇത് മൊത്തം ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിന് ഭയങ്കര കോസ്റ്റ് വരുന്നുണ്ടോ? ഇല്ല, അത് വിനീറാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡ് മേലെ നാച്ചുറൽ വുഡ് അല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മളിത് ഇങ്ങനെ ചെയ്യുമ്പോൾ നാച്ചുറൽ വുഡ് ചെയ്യുന്നത് പോലെ തന്നെ ഹീറ്റ് റീറ്റെയിൻ ചെയ്ത് കുറച്ച് ദിവസം നമുക്ക് കിട്ടും അല്ലേ? വുഡിൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എക്സ്പെൻസ് വരും. നല്ലൊരു എക്സ്പെൻസ് വരും, സീസണിങ് വരും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിന്റെ ഒന്നും പ്രശ്നമില്ല. ഇതാണ് ഇവരുടെ ഫാമിലി. ഇതാണ് മൊത്തം. ഇത് ഇദ്ദേഹമാണോ? ഇവന്റെ ഭാര്യ, ഇത് ഇവരെ മക്കള്, ഇത് ഇവന്റെ ഈ കുഞ്ഞുവാനാണത്. ഇതോ? അത് ഞാനാണ്. എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായിരുന്നു ഇതൊക്കെ അച്ഛനും അമ്മയും അല്ലേ? എത്ര ബെഡ്റൂമാ ഇവിടെ? ഇവിടെ 4 ബെഡ്റൂം ഉള്ളത്. 2 താഴെ 2 മുകളിൽ അല്ലേ? ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഇത് ഇദ്ദേഹം എവിടെ പോയാലും അവിടെ ഉണ്ടല്ലോ. ലിവിംഗ് റൂമിൽ വന്നാലും അവിടെ ഉണ്ട്, ബെഡ്റൂമിൽ വന്നാലും അവിടെ ഉണ്ട്. എന്താണ്? ഇതാണ് ബെഡ്റൂം. ബേ വിൻഡോ. നമ്മളുടെ നാട്ടില് വൈകി വന്നൊരു കൺസെപ്റ്റ് ആണ്. സ്വന്തം വീട്ടിൽ ബേ വിൻഡോ വെക്കാത്തവരൊക്കെ വെച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനും ഇൻ കേസ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും അങ്ങനെ സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ട്രക്ചറാണ് ബേ വിൻഡോസ്. ദെൻ അവിടെ ഒരു ടോയ്ലറ്റ് കാര്യങ്ങളുണ്ട്. ഇവിടെയും TV ഉണ്ട് അല്ലേ? ഇത് അച്ഛൻ്റെ അമ്മയുടെയും റൂം. ഓക്കെ. ഇതൊക്കെ നിങ്ങൾ കസ്റ്റം മേക്ക് ചെയ്തതാണോ അതോ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണോ? കമ്പനി തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാനിപ്പോ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഒരു 10 വർഷത്തെ മേലെയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5 വർഷത്തെ മേലെയായി. നിങ്ങൾ കൂടുതലും വീടുകളാണോ ചെയ്യുന്നതോ മിക്സ് ഡെവലപ്മെന്റ്സ് ഉണ്ടോ? അല്ല, നമ്മൾ കൂടുതൽ വീടും ഇന്റീരിയറും കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലേ? സെക്കൻഡ് ബെഡ്റൂം ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഇതാണ് നിങ്ങളുടെ ബെഡ്റൂം തോന്നുന്നു അല്ലേ? അതെ. ഇവിടെയുണ്ട് കെയിൻ. ടോട്ടൽ തീം ഇങ്ങനെ ഒരു തീമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കെയിൻ ഞാനിപ്പോ ഇവിടെ യൂസ് ചെയ്തെന്ന് വെച്ചാൽ നമ്മ തൽക്കാലത്തിന് ഇട്ട് മാറി ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഒരു എയർ പാസേജ് കിട്ടാനായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ബേ വിൻഡോ. അത് മുമ്പേ മനസ്സിലുണ്ടായിരുന്ന ബേ വിൻഡോ ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാ റൂമിലും വേണമെന്നുണ്ടായിരുന്നു. ആരെങ്കിലും വന്ന് സംസാരിക്കുമ്പോൾ ഇരിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ഇതിന് എത്ര കോസ്റ്റ് വരും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ? നോർമൽ സ്റ്റെയർ ഒരു 1 lakhന്റെ അടുത്ത് വരും, വുഡും മെറ്റൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാമായിട്ട് അല്ലേ? പിന്നെ അതുമല്ല ഇത് നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ടോട്ടൽ സ്ട്രെങ്ത്തും കൂടുമല്ലോ. ഇതിൽ ഞാൻ ചെയ്തിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ ഫ്രെയിം കൊടുത്തിട്ട് ടോപ്പ് വുഡ് ഇട്ടു, ബോട്ടം വിനീറായിട്ട് കവർ ചെയ്തു ഒരു ബോക്സ് ആകെ. ബോട്ടത്തിലും വുഡ് വെച്ച കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വുഡാണ് അല്ലേ? ടോപ്പിൽ വുഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ മുകളിലോട്ട് പോവാം.
ഇവിടെയും ഫോൾ സീലിംഗിലും വെനീർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ എല്ലാം ചെയ്തിട്ടുള്ളത് അല്ലേ? ഹെവി ആയിട്ടൊന്നും ഡിസൈൻ കേട്ടിട്ടില്ല. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട് ടോട്ടൽ? 3000 സ്ക്വയർ ഫീറ്റോളം ഉണ്ടാവും. അതിലൊരു 600 സ്ക്വയർ ഫീറ്റോളം നമ്മുടെ സിറ്റ് ഔട്ട് കാര്യങ്ങളായിട്ട് പോയിട്ടുണ്ട്. ഓരോ റൂമും ഒരു 200 അല്ലേ, 150-200 സ്ക്വയർ ഫീറ്റ്, 330 by 450 സെന്റിമീറ്ററിന്റെ റൂമുകളാണ് അല്ലേ? ദെൻ ഇവിടെ വേറൊരു റൂമുണ്ട്. സെയിം റെപ്ലിക്ക, എല്ലാം സെയിം തന്നെയാണ്. ഇത് വെനീർ ചെയ്തിട്ടുള്ളതാണ്. വെനീർ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ യൂണിറ്റ് ഒക്കെ എവിടെയാ? നമ്മ പുറത്ത് കൊടുത്തിട്ടാണ് ചെയ്യിക്കുന്നത്. എറണാകുളത്ത് കൊടുത്തിട്ടാണ് ചെയ്യിക്കാറില്ല. പ്രോജക്റ്റുകളൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളത്? മധുരയിൽ കഴിഞ്ഞിട്ടുണ്ട്, ബാംഗ്ലൂർ. മധുരയിലോ? അപ്പൊ അവിടെ ഒരു പ്രോജക്ട് ഇപ്പൊ എടുത്ത് അത് മൊത്തം കൺസ്ട്രക്ഷൻ ആയിരുന്നു. അതിപ്പോ കഴിഞ്ഞിട്ട് വീടാണോ? വീടായിരുന്നു. അതാണ് മധുരയിൽ എങ്ങനെ കിട്ടിയതപ്പോ? നമ്മുടെ ഇൻസ്റ്റയുടെ പേജ് കണ്ടിട്ട് അങ്ങനെ വന്നിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഒരു പാർട്ട്ണർ ഉണ്ട്, അപ്പൊ പുള്ളിയുടെ പേജ് കണ്ടിട്ടാണ് അത് വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഗുണങ്ങൾ അതൊക്കെയാണ്. ദെൻ ബാംഗ്ലൂർ പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇന്റീരിയർ ആയിരുന്നു. അത് 2 കഴിഞ്ഞു. ഇപ്പൊ ഉള്ള പ്രൊജക്ടുകൾ എവിടേക്കാ? ഇപ്പൊ നിലവിൽ നിൽക്കണം നമ്മുടെ ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂര്, കായംകുളം, ഈ 3 നിൽക്കുന്നത്. 3 തന്നെ ആവശ്യത്തിന് പണി ഉണ്ടാവും. അധികം എടുക്കാറില്ല. ഇനി ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എന്താ സുഖം! ഇവിടെ വരുമ്പോഴാണ് ശരിക്ക് ആ ഒരു മൈൻഡൊക്കെ നമ്മളുടെ മൊത്തത്തിൽ മാറുന്നത്. എനിക്ക് തോന്നുന്നു ഈ ചെങ്കല്ലിന് അങ്ങനെ ഒരു ഗുണമുണ്ടോ? ഇരിക്കാൻ വളരെ സുഖമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഇരുന്നിട്ട്. ഇവിടെ നല്ല 2 സൈഡിൽ നിന്ന് നമുക്ക് നല്ല കാറ്റും കാര്യങ്ങളും കിട്ടും. ഇവിടെ അങ്ങോട്ടും ഉണ്ട് അല്ലേ? ഓക്കെ. ഈ ഭാഗമാണ് ഈ വീടിന്റെ യഥാർത്ഥ ഭംഗി ശരിക്കും. നിങ്ങൾ സ്ക്വയർ ഫീറ്റിന് എത്ര മുതൽ എത്ര വരെ നിങ്ങളുടെ പ്രോജക്റ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്? വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2000-ന് പുറത്താണ് എടുക്കുന്നത് സ്ക്വയർ ഫീറ്റ് റേറ്റ്. പിന്നെ ഇന്റീരിയർ കാര്യങ്ങൾ വരുമ്പോൾ ഡിസൈൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കും നമ്മൾ റേറ്റ് കൊടുക്കുന്നത്. 10 ലക്ഷത്തിനും ചെയ്യാം, 10 കോടിക്കും ചെയ്യാം, എല്ലാത്തിനും ചെയ്യാൻ പറ്റും. ഡിപ്പെൻസ്. 3D. പക്ഷെ നിങ്ങൾ വളരെ പ്രീമിയം ആയിട്ടുള്ള പ്രോജക്ട്സ് ആണോ ചെയ്യുക അതോ അഫോർഡബിൾ ബഡ്ജറ്റിലുള്ള പ്രോജക്റ്റുകളും ചെയ്യുക? രണ്ടും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ന വർക്കൊന്നുമില്ല. നമുക്ക് ഓക്കെ ആണെന്നുള്ള തോന്നുന്ന വർക്കുകൾ ചെയ്യും. വീട് മുറ്റത്ത് മുഴുവൻ ഫലവൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ അച്ഛന്റെ പണിയാണ്. ഇത് നമ്മളുടെ ചാമ്പക്ക. ഇത് ഈ വെച്ചിട്ട് ഇപ്പൊ 2 കൊല്ലം ഉണ്ടായിട്ടുള്ളൂ. ഇത് അത്ര ആയിട്ടുള്ളൂ ഈ ചാമ്പ വെച്ചിട്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്, ചിലവര് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം ഉണ്ടാവുന്നു. അതെ, എന്റെ വെക്കുന്ന ആളായിരുന്നു അറിയാം, നാട്ടിലെ സ്പെഷ്യലിസ്റ്റ്. ഇതാ എന്റെ പേരക്കിടാവ് അവൻ വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. ഇത് വിയറ്റ്നാം മേലി എന്ന് പറയുന്ന ഇത് വിയറ്റ്നാം മേറിലാണ്. ഇത് കായ്ച്ചു തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കൊല്ലം കൊണ്ട് കായ്ക്കും? ഇപ്പൊ ഞാൻ വെച്ചിട്ട് 3 കൊല്ലമായിട്ടില്ല. ഇപ്പൊ 3 പ്രാവശ്യമായി ചക്ക ഉണ്ടാവും. 1 പ്രാവശ്യം അതാണെന്നുകൊണ്ട് 2 പ്രാവശ്യം ഉണ്ടാവുന്നത്. അവിടെ അപ്പുറത്ത് കണ്ട അതിലൊരുപാട് ചക്കയുണ്ട്. ഇത് രണ്ടും ഒരേ സമയത്ത് വെച്ചതാണ്. പച്ചമുളകൊക്കെ അപ്പുറത്തുണ്ട് ഇഷ്ടം പോലെ. തെങ്ങ് ഏതാണ്? ഞങ്ങള് ഗംഗാബോണ്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. ഗംഗാബോണ്ടല്ല, ഇത് 1.5 കൊല്ലമായിട്ടുള്ളൂ ഇത് തൈ വെച്ച്. ഇത് അതൊക്കെ കാച്ചു ഞാൻ അവിടെ കണ്ടു. ഇതിപ്പോ ഞാൻ വളം ഇട്ടിട്ടിരിക്കുന്നു. കണ്ട ഈ മാവ് വെച്ചിട്ട് 1 കൊല്ലമായിട്ടില്ല. ഇതൊക്കെ നഴ്സറിന്ന് മേടിച്ചാണ് ഈ മാവുകളൊക്കെ. ഇത് എത്ര ആയിട്ടുള്ള അപ്പോഴത്തേനും ഇത് കാച്ചു. ഇത് രണ്ടും ഒപ്പം വെച്ചതാണ്. ഇത് രണ്ടും ഈ കുറച്ചൊന്നല്ല പച്ചമുളക് ഉണ്ടാവണ്. ഇത് വെള്ളമില്ലാണ്ട് വാടിയേക്കണ്. മുളക് എല്ലാം നമ്മൾ ഇവിടെ ഉണ്ടാക്കണ്. വാഴ നിർത്തി പരിപാടി. വാഴ പെട്ടെന്ന് ഇതായി പോകും. അതിന് ആവശ്യമില്ല കേട്ടാ. ഇത് ബറാബ എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അത് അതിന്റെ കായ ഒരെണ്ണം പൊട്ടിച്ച് നോക്കിയേ. ഇത് ഫ്രൂട്ടാണോ? ഫ്രൂട്ട് ഒരെണ്ണം പൊട്ടിച്ച് നോക്കിയേ. ഇത് ബറാബ. ഇപ്പൊ ഞങ്ങൾ വന്നി പിന്നെ വെച്ചാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണാണ് ഈ ഫ്രൂട്ട്. ഇത് ഇതാണ് ഫ്രൂട്ട്. എന്ത് ടേസ്റ്റ് ആണ് ഇതിന്. ഒരു പുളിയും മധുരം ഒക്കെ കൂടി ആയിട്ടുള്ളതാണ് ബറാബ. ഇത്തിരി പുളി ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ ഇതുമ്പോ കായായി. കുഞ്ഞാണോ വലുതാവും? ഇത് വലുതാവും. സപ്പോട്ട ഇതും കായായി. അതുമാതിരി ഒരു വീടിന് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അത്രേ ഉള്ളൂ. കരിക്ക് കുടിക്കാനായിട്ട് എപ്പോ വേണമെങ്കിലും അതിനുള്ള അറേഞ്ച്മെന്റ്. കിച്ചൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രീമിയം അപ്പാർട്ട്മെന്റിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന കിച്ചൺ ഇതൊക്കെ പോലെ തന്നെയാണ്. പക്ഷെ ഒരു വീട്ടിലെ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുക കിച്ചണാണ് അല്ലേ? കിച്ചണിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ആക്സസറീസ് കാര്യങ്ങളല്ലാതെ പിന്നെ കംഫർട്ടും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ പരിപാടി എടുക്കുന്ന കിച്ചണില്. അപ്പോൾ ഞാൻ 2015 ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ ആദ്യത്തെ മാസത്തെ ഒരു ഫ്രണ്ടിന്റെ കൂടെ താമസിച്ചത്. അപ്പോൾ അവളൊരു കിച്ചൺ കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞ് അവൾക്ക് ശമ്പളം പോരാ, ജോലി വിടണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ശമ്പളം 7 ലക്ഷം രൂപ കണ്ടാണ് ശമ്പളം. അപ്പോൾ ഞാൻ ആലോചിച്ച് 7 ലക്ഷം രൂപ മാസം ശമ്പളം കൊടുക്കണ കിച്ചൺ കമ്പനി ഏതാണെന്ന്. അപ്പോഴാണ് അവൾ പറയണത്, മോനെ 10 കോടി രൂപയുടെ വീടാണെങ്കിൽ 20 കോടി രൂപയ്ക്ക് കിച്ചൺ ചെയ്യണം അല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഒരു 5-8 പേരുള്ള ഫാമിലിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളുള്ള ഒരു കിച്ചണാണ്. ഇവിടെ ഫ്രിഡ്ജ് കാര്യങ്ങളുണ്ട്, അവനുണ്ട്,
ദെൻ ഞാൻ വിചാരിച്ച ഇത് ഡിഷ് വാഷർ ആയിരിക്കും. കാരണം നമ്മുടെ ആളുകൾക്ക് എങ്ങനെയായാലും ഒരു ഉരുളിയൊന്നും ഇല്ലാണ്ട് പായസം ഉണ്ടാക്കിയില്ലെങ്കിലും ഉരുളി എന്തായാലും ഉണ്ടാവണം. ദെൻ ബാക്കിയുള്ള സാധനങ്ങൾ വെക്കാനുള്ള കുറച്ച് ക്ലീനിങ്ങിന്റെ സാധനങ്ങൾ അങ്ങനെയുള്ളതൊക്കെ വെക്കാനുള്ള കംപ്ലീറ്റ് ഷെൽഫും കാര്യങ്ങളും ഡ്രോയേഴ്സും എല്ലാം ഉണ്ട്. ഇത് ഇപ്പൊ എല്ലാ വീടുകളിലും പുതുതായി പണിയുന്ന എല്ലാ വീടുകളിലും ഉള്ള ഒരു ഫീച്ചറാണ്. വളരെ യൂസ്ഫുൾ ആണ് അല്ലേ? നല്ല ഉപകാരമുള്ള വിക്കർ ബാസ്ക്കറ്റ്. പിന്നെ ഇൻഡക്ഷൻ ആണ് ഇവിടെ. ഇൻഡക്ഷൻ ആണോ മൊത്തം നിങ്ങൾ കുക്കിംഗ്? ഇപ്പൊ സോളാർ വെച്ചതിന് ശേഷം ഇപ്പൊ ഇൻഡക്ഷൻ ആണ് യൂസ് ചെയ്യണത് കൂടുതൽ. യൂസ് ചെയ്യുന്നത് ഇവിടെ സ്റ്റൗ ആയിരുന്നു, അത് മാറ്റിയിട്ട് ഇപ്പൊ ഇൻഡക്ഷൻ വെച്ചാണ് ഞാൻ. അപ്പൊ ഇപ്പുറത്ത് വേറൊരു ചെറിയ കിച്ചണും കൂടി ഉണ്ട്. ഇത് സ്റ്റൗ ആണെന്ന് തോന്നുന്നു അല്ലേ? അവിടെ സ്റ്റൗ ആണ് യൂസ് ചെയ്യണത്. അപ്പൊ അങ്ങനെ നല്ല ഭംഗിയില് വളരെ ക്ലീൻ ആയിട്ട് കിടക്കുന്ന കിച്ചൺ. പിന്നെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇരിക്കാനും വർത്താനം പറയാനും അതിനൊക്കെ പറ്റിയ ഒരു സ്ഥലം. ഇതൊക്കെയാണ് ഷിബിന്റെ വീടിന്റെ വിശേഷങ്ങള്. അപ്പൊ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീടും വീട്ടുകാരും അടുത്ത വീടും വീട്ടുകാരുമായിട്ട് then in the next video.